ഗാസയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. ഈ ആക്രമണത്തിൽ ആദ്യം KFCക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് KFCയെ ബഹിഷ്കരിക്കാൻ സുഡാപ്പികൾ രംഗത്തെത്തി. പിന്നീട് പറഞ്ഞു ഇതിൽ സ്റ്റുഡിയോയ്ക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കാൻ സുഡാപ്പികൾ രംഗത്തെത്തി. എന്നാൽ ഇവ രണ്ടും പിന്നീട് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. എന്നാൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പല കാര്യങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്, പല കമ്പനികൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ബോധപൂർവം അറിഞ്ഞ സുഡാപ്പി ഇതിനെയെല്ലാം ബഹിഷ്കരിക്കാൻ നട്ടലില്ലാതെ നാണം കെട്ട് നാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സുഡാപ്പികളുടെ ഒരു പ്രത്യേകപ്പെട്ട ഒരു രീതിയുണ്ട്. അതായത് പണ്ട് സിനിമാ നടൻ, അന്തരിച്ച സിനിമാ നടനായിട്ടുള്ള മാമുക്കോയെ പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് ഫോട്ടോ എടുക്കുന്നത് ഹറാമായിരുന്നു, എന്നാൽ ഫോട്ടോ എടുക്കുന്നത് ഹജ്ജിന് പോകാനായി പാസ്പോർട്ടിൽ പതിക്കാനായി ഫോട്ടോ എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹലാലായി മാറി എന്ന് പറയുന്നത് പോലെ സുഡാപ്പികൾക്ക് ബഹിഷ്കരിക്കാൻ നട്ടലുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മൈക്രോസോഫ്റ്റും ഗൂഗിളും. ഗാസയിൽ നടക്കുന്ന ഈ വംശഹത്യയിൽ മൈക്രോസോഫ്റ്റിനും ഗൂഗിളിനും വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മൈക്രോസോഫ്റ്റിനും ഗൂഗിളിനും ഉണ്ടാകുന്ന ഈ പങ്ക് കണ്ട് ഇതിനെ ബഹിഷ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സകല മതമൗലികവാദികളും യൂട്യൂബും ഫേസ്ബുക്കും അടക്കം പൂട്ടിക്കെട്ടി മടിക്കുത്തിന് താഴെ തിരികേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പലസ്തീനിലെ മനുഷ്യാവകാശ സാഹചര്യത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബനീസ് 1 ഡസനിലധികം കമ്പനികൾ ഇസ്രായേലുമായി വ്യാപാരം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. UN മനുഷ്യാവകാശ കൗൺസിലിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ച അൽബനീസ് ഇസ്രായേലുമായി വ്യാപാരം നടത്തുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇത് ഗാസയിലും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും യുദ്ധക്കുറ്റങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് വംശഹത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഇതുമൂലം ഗാസ പുതിയ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കുമുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ആയുധ സാങ്കേതിക കമ്പനികൾക്കുള്ള പരീക്ഷണ കേന്ദ്രമായി ഇസ്രായേൽ ഗാസയെ മാറ്റിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് മനസ്സിലാക്കുന്നു. നിക്ഷേപകരും സ്വകാര്യ പൊതുസ്ഥാപനങ്ങളും വൻ ലാഭം കൊയ്യുന്നു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഉദ്ധരിച്ച് കമ്പനികൾ ഇനി അധിനിവേശത്തിന് സംഭാവന നൽകുക മാത്രമല്ല വംശഹത്യ സമ്പദ് വ്യവസ്ഥയിലും പങ്കാളികളാകാമെന്നത് പറഞ്ഞു. ഗാസയിലെ ഇസ്രായേലിലെ വംശഹത്യ പലർക്കും വരുമാന മാർഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഗാസ കൂട്ടക്കൊലയിൽ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ പോലുള്ള കമ്പനികൾ പങ്കാളികളായി. ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് സഹായം നൽകുന്ന 48 കമ്പനികളെ കുറിച്ചുള്ള അൽബനീസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഇങ്ങനെ പരാമർശിക്കുന്നു. US ടെക് ഭീമനായിട്ടുള്ള മൈക്രോസോഫ്റ്റ്, ഗൂഗിളിന്റെ മാതൃ കമ്പനിയായിട്ടുള്ള ആൽഫാബെറ്റ് ഇൻകോർപ്പറേറ്റ്, ആമസോൺ തുടങ്ങിയ കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു. ലോക്ക്ഫീഡ് മാർട്ടിൻ, ആൽഫാബെറ്റ്, ആയുധങ്ങൾ നിർമ്മിക്കുന്ന IBM തുടങ്ങിയ കമ്പനികളും പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് അവകാശപ്പെടുന്നു. കാറ്റർപില്ലർ, ഹ്യുണ്ടായി, വോൾവോ തുടങ്ങിയ കമ്പനികൾ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും പൊളിക്കാൻ പ്രത്യേക വാഹനങ്ങൾ വിതരണം ചെയ്യാൻ സഹായിക്കുന്നതായി അവകാശപ്പെടുന്നു. കൂടാതെ BNP പാരിബയും ബാർക്ലേസ് ബാങ്കും ഇസ്രായേലിന് ട്രഷറി ബോണ്ടുകൾ നൽകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബനീസിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുകയും അത് ചവറ്റുകുട്ടയിലേക്ക് എറിയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. മനുഷ്യാവകാശ വിഷയത്തിൽ ഉപദേശം നൽകാൻ ഐക്യരാഷ്ട്രസഭ ഫ്രാൻസെസ്ക അൽബനീസിനെ നിയമിച്ചിട്ടുണ്ടെന്നത് എടുത്തു പറയേണ്ടതാണ്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര അഭിഭാഷകയാണ് അവർ. ധീരമായിട്ടുള്ള പ്രസ്താവനയ്ക്ക് പേര് കേട്ടവരാണവർ. എന്തായാലും അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗൂഗിൾ അടക്കം ഇതിൽ ഈ വംശഹത്യയ്ക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.